മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് ചുരിദാറിന്റെ 17ാമത്തെ ക്ലാസ് ആണ്. ഇതിലുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിന് ക്ലാസ്സിലേക്ക് കിടക്കാം. ഡാട്ട് അതായത് ടക്കാണ്. നമുക്ക് ചുരിദാറാണല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ചുരിദാറിൽ എങ്ങനെ ടക്ക് അടിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ ടക്ക് നമുക്ക് ഫ്രണ്ടിലും കൊടുക്കാം, ബാക്കിലും കൊടുക്കാം. ചിലർ ബാക്കിൽ മാത്രമായിരിക്കും ടക്ക് അടിക്കുക, ചിലർ ഫ്രണ്ടിലും ബാക്കിലും അടിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ഈ സെന്റർ പോർഷൻ ഉണ്ടല്ലോ, ഇത് തുണി ഞാൻ 4ആക്കി മടക്കിയിട്ടേക്കാണ്. ഈ സെന്റർ പോർഷന് ടക്ക് അടിക്കാനുള്ള ഈ ഒരു ഗ്യാപ്പ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒന്നുകിൽ നമ്മള് ബ്രസ്റ്റ് പോയിന്റ് ടു ബ്രസ്റ്റ് പോയിന്റ് തമ്മിലുള്ള അകലം കണ്ടുപിടിച്ച് അത് ഡിവൈഡ് ബൈ 2 ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണിത്. ഇവിടെ ചെസ്റ്റ് എനിക്ക് 31 കിട്ടിയേക്കുന്നത്. അപ്പൊ ഡാട്ട് വിഡ്ത്ത് എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 10. ഇവിടെ 31 എഴുതിയേക്കണായിരുന്നു. 31 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 3.1. അത് ഈ സെന്റർ മുതൽ ഈ പോയിന്റ് വരെയുള്ളതാണ് 3.1 അടയാളപ്പെടുത്തുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് അടയാളപ്പെടുത്തുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹിപ്പ് റൗണ്ട് ഉണ്ടല്ലോ, ഹിപ്പ് റൗണ്ടിന് മുകളിൽ 2 ഇഞ്ച് മുകളിൽ വേണം ഈ ഡാട്ട് വന്ന് അവസാനിക്കാനായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ബ്രസ്റ്റ് റൗണ്ട്, ഇത് മിഡ് വേസ്റ്റ് റൗണ്ട്, ഇത് ഹിപ്പ് റൗണ്ട്. ഹിപ്പ് റൗണ്ടുമല്ല വന്ന് ഈ ഡാട്ട് അളയപ്പെടുത്തുന്നതിന്റെ ലെങ്ത് അവസാനിക്കുന്നത്. അത് അവസാനിക്കുന്നത് നമ്മുടെ ഹിപ്പ് റൗണ്ടിനേക്കാളും മുകളിലേക്ക് നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്താം. അവിടെ വേണം നമ്മുടെ ഈ ഡാട്ട് വന്ന് അവസാനിക്കാനായിട്ട്. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ചുരിദാർ ടോപ്പിൽ ഞാൻ കൃത്യമായിട്ട് അത് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 14ാമത്തെയാണ് ചുരിദാർ ടോപ്പായിട്ട് ഞാൻ ചെയ്തേക്കുന്നത്. അതിൽ ഡാറ്റ അളയപ്പെടുന്നത് കൃത്യമായിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക.